أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. ഇന്നലെ നമ്മൾ ഫിഇലിനെയും ഫാഇലിനെയും മഫ്ഊലിനെയുമാണ് പറഞ്ഞത്. അതായത് മഅറൂഫായ ഫീലിനെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത്. ആക്റ്റീവ് വോയിസ് അതിനെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത്. ലറബ സൈദുൻ അംറൻ, സൈദ് അംറിനെ അടിച്ചു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാസീവ് വോയിസ് ആണ്, മജ്ഹൂലായ ഫീലിനെ കുറിച്ചാണ്. മജ്ഹൂലായ ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൽ ഫാഇല് കളയപ്പെടും, ഫാഇലിൻ്റെ സ്ഥാനത്ത് മഫ്ഊലിനെ നിർത്തും. ഫാഇലിൻ്റെ സ്ഥാനത്ത് മഫ്ഊലിനെ നിർത്തും. ഇപ്പം നിങ്ങൾ നോക്ക്, ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത് നോക്കണേ. അവിടെ ലുരിബ സൈദുൻ, ലുരിബ സൈദുൻ, ലുരിബ സൈദുൻ. അവിടെ എന്താ വന്നത്? സൈദ് അടിക്കപ്പെട്ടു എന്നാണ്. ലുരിബ എന്നാണ്, ഫുഇല മജ്ഹൂലാണ്. അതായത് സൈദിനെ ആരോ തല്ലി, സൈദ് അടിക്കപ്പെട്ടു. നേരത്തെ നമ്മൾ ലറബക്ക് അടിച്ചു എന്നാണ് അർത്ഥം വെച്ചത്. സൈദ് വേറൊരാൾക്ക്, അതായത് അംറിന് അടി കൊടുത്തു ആക്റ്റീവായിട്ട്. ഇത് പാസീവാണ്, മജ്ഹൂലാണ്. ലുരിബ സൈദുൻ, സൈദ് അടിക്കപ്പെട്ടു. അപ്പൊ സൈദിനെ ആരോ അടിച്ചു. അപ്പൊ സൈദ് മഫ്ഊലായിരുന്നു. ആ മഫ്ഊലിനെ ഫാഇലിന്റെ സ്ഥാനത്ത് നിർത്തി. കാരണം ഫായിലില്ല. അതിന് നമ്മൾ നായിബ് ഫായില്, ഫായിലിന്റെ പകരം വന്നത് എന്നാണ് പറയാം. നായിബ് ഫായില്, ഫായിലിന്റെ പകരം വന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറയും ഫാത്തിമ. ഫാത്തിമ പറ. ഓക്കെ ആണോ? ഫാത്തിമ MP ഇല്ലേ? ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ല? പോട്ടെ. അപ്പോൾ ഇവിടെ മഫ്ഊലാണ് ഫായിലിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഫീലുകൾ രണ്ട് വിധം എന്ന് പഠിച്ചിട്ടുണ്ട്. മുത്തഅദ്ദിയായ ഫീല്, ലാസിമായ ഫീല്. മുത്തഅദ്ദിയായ ഫീല് എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ട് കിടക്കുന്ന ഫീല്, മഫ്ഊലിലേക്ക് വിട്ട് കടക്കുന്ന ഫീല്. ലാസിം എന്ന് പറഞ്ഞാലോ മഫൂലില്ല, മഫൂലിലേക്ക് വിട്ട് കടക്കൂല. അപ്പൊ മഫൂലില്ലാത്തതിന് മജ്ഹൂൽ ഉണ്ടാവൂല. മഫൂല് ഇല്ലാത്തതിന് മജ്ഹൂൽ ഉണ്ടാവൂല. കാരണം മഫൂലിനെയാണ് നമ്മൾ ഫായിലിന്റെ സ്ഥാനത്തേക്ക് നിർത്തുക. ഓക്കെ, ക്ലിയർ അല്ലേ? മഫൂലില്ലാത്തതിനെ നമ്മൾ എന്തൊക്കെ നിർത്തൂല? നായിഫായിന്റെ സ്ഥാനത്തേക്ക് നിർത്തൂല. അപ്പൊ കാമ, നിന്നു. കാമ എന്നുള്ളത് മഅറൂഫാണ്, നിന്നു. അത് ലാസിമാണ്, മുത്തഅദ്ദി അല്ല, മഫ്ഊലിലേക്ക് വിട്ട് കിടക്കൂല. അപ്പൊ അതിന്റെ മജ്ഹൂല്, കാമക്ക് മജ്ഹൂൽ ഉണ്ടാവില്ല. കാമക്ക് എന്തുണ്ടാവില്ല? മജ്ഹൂൽ ഉണ്ടാവില്ല. ഇനി ചിലപ്പോ രണ്ടും മഫ്ഊലുകളൊക്കെ ഉള്ളത് ഉണ്ടാവും.
രണ്ട് മഫൂൽ ഉണ്ടാവും, ചിലപ്പോൾ 3 മഫൂലുള്ളത് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒന്നാമത്തെ മഫൂലിനെ ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് നിർത്തിയിട്ട് റഫ് കൊടുക്കും. ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് നിർത്തുമ്പോൾ റഫ് കൊടുക്കും. ബാക്കിയുള്ള എനിക്കൊക്കെ നെസ്ബും ചെയ്യും. ബാക്കി 3 മഫൂലിനും നെസ്ബാണ് സാധാരണ വരിക. 3 മഫൂലിനും നെസ്ബ്, അല്ലെങ്കിൽ 2 മഫൂലാണെന്ന് വെച്ചെങ്കിൽ 2നും നെസ്ബാണ്. പക്ഷെ അതിനെ ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് നിർത്തുമ്പോൾ ഒന്നാമത്തെ മഫൂലിന് എന്ത് ചെയ്യും? റഫ് കൊടുക്കും. ബാക്കി 2 അല്ലെങ്കിൽ ബാക്കി 1 നെസ്ബ് തന്നെ കൊടുക്കും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യമാണ് നമ്മളിന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പറയും, ഈ പറഞ്ഞത് ഓക്കെ അല്ലേ? ഫാത്തിമ എവിടെ? ഫാത്തിമ, ആ ഓക്കെ. നോക്കുക, ബാബുമാ ഒന്നിനെ പറ്റി പറയുന്ന അധ്യായമാണ്. യഖൂമു അത് നിൽക്കും, മഖാമൽ ഫാഇലി ഫാഇലിൻ്റെ സ്ഥാനത്ത് നിൽക്കും. ഫാഇലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നിനെ പറ്റി പറയുന്ന അധ്യായമാണ്. ഫാഇലിൻ്റെ സ്ഥാനത്ത് നിൽക്കും. ഫാഇൽ അല്ലായിരുന്നു, മഫൂല് ഫാഇൽ അല്ല, പക്ഷെ ഫാഇലിൻ്റെ സ്ഥാനത്ത് നിൽക്കും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കണേ. വകുല്ലു ഫിഇലിൻ എല്ലാ ഫിഇലുകളും. എങ്ങനെയുള്ള എല്ലാ ഫിഇലുകളുമാണ്? ലം യുസമ്മ പറയപ്പെട്ടിട്ടില്ല, ഫാഇലുഹു ആ ഫിഇലിൻ്റെ ഫാഇല് പറയപ്പെട്ടിട്ടില്ല, കർത്താവ് പറയപ്പെട്ടിട്ടില്ല. ഫാഇല് പറയപ്പെടാത്ത മുഴുവൻ ഫിഇലുകളും, ഫാഇല് പറയപ്പെടാത്ത മുഴുവൻ ഫിഇലുകളും യർഫഉ ആ ഫിഇലുകളൊക്കെ റഫ്ഇ ചെയ്യും. എന്തിനിക്ക് റഫ്ഇ ചെയ്യും? മഫ്ഊലൻ ബിഹി, മഫ്ഊലും ബിഹിക്ക്, അതായത് മഫ്ഊലിനിക്ക് റഫ്ഇ ചെയ്യും. വയുഖാമു ആ മഫ്ഊല് നിർത്തപ്പെടുകയും ചെയ്യും, അതിനെ നിർത്തപ്പെടും. മുഖാമൽ ഫാഇലി ഫാഇലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടുകയും ചെയ്യും. ഫാഇലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടുകയും ചെയ്യും. അപ്പോൾ റഫും ചെയ്യും. അപ്പോൾ 2 പണി എടുക്കും. ഫായിൽ പറയപ്പെടാത്ത ഫീല്, അതായത് മജ്ഹൂലായ ഫീല് മഫ്ഊലിനിക്ക് നെസ്ബാണ് സാധാരണ, പക്ഷെ ആ മഫ്ഊലിനിക്ക് റഫ് ചെയ്യും. അതിനെ, ആ മഫ്ഊലിനെ ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടുകയും ചെയ്യും. നമ്മൾ പറയില്ലേ, ഞാൻ അവന് ഒരു 10 രൂപ കൊടുത്തു. ഐ ഗാവ് ഹിം 10 റുപ്പീസ്. ഞാൻ അവന് 10 റുപ്യ കൊടുത്തു. അപ്പോൾ അവന് എന്നുള്ളതിനെ ഫായിലിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരുന്നു. ഹി വാസ് ഗിവൺ 10 റുപ്പീസ്. അവൻ 10 രൂപ നൽകപ്പെട്ടു. നമ്മളവിടെ ഇംഗ്ലീഷ് ആകുമ്പോൾ ഒരു ബൈ മീ എന്ന് ചേർത്ത് കൊടുക്കും. ഫായിലിനെ അവിടെ പറയും. ഇവിടെ എന്താവില്ല, ഫായിലിനെ പറയില്ല. ഹി വാസ് ഗിവൺ 10 റുപ്പീസ് ബൈ മീ എന്ന് പറയും. ബൈ മീ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത് പാസീവ് വോയിസ് ആണ്. അതുപോലെ അപ്പോൾ നമ്മൾ ഹി എന്നുള്ളതിനെ എന്ത് ചെയ്തു? ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഹി എന്നുള്ളതിനെ, ഹിം എന്നുള്ളത് അതിൻ്റെ സബ്ജക്റ്റ് ഫോമാണ് ഹി എന്നുള്ളത് കേട്ടോ. ഹിം എന്ന് ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹിം എന്നാണ് പറയാം. അതിൻ്റെ സബ്ജക്റ്റ് ഫോമാണ് ഹി എന്നുള്ളത്. അതുകൊണ്ടാണ് ഹി എന്നായത്. അല്ലെങ്കിൽ ഹിം തന്നെ ഇവിടെ പറയാൻ പറ്റില്ല. അങ്ങനെ പ്രൊനൗണിനും പല രൂപങ്ങളുണ്ട്. അറബിയിലുണ്ടത്. അറബിയിൽ ഞാൻ എന്ന് സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അന എന്നാണ് പറയാം. ഇനി എനിക്ക് എന്നുള്ള ഒബ്ജക്റ്റായിട്ട് വരുമ്പോൾ നീ എന്നാണ് പറയാം. എൻ്റെ എന്നുള്ളതിന് കലമീ, എൻ്റെ പേന. അതേപോലെ ഐ എന്നുള്ളത് ഞാൻ, മീ എന്ന് പറഞ്ഞാൽ എനിക്ക്, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ചെറിയ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ കാശിഫ? ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഹിം എന്ന് പറഞ്ഞാൽ അവന്, ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ. അതേപോലെ ഇവിടെ വന്നതാണ്.
അപ്പോൾ ഹി വാസ് ഗിവൺ, അവൻ നൽകപ്പെട്ടു, അത് അവൻ ആരോ കൊടുത്തു. അതേപോലെ ഇവിടെ ഫായിലിനെ പറയപ്പെടാത്തത് കൊണ്ട് മഫ്ഊലും ബിഹിക്ക്, ഒറിജിനൽ മഫ്ഊലിന് റഫ്ഉൻ ചെയ്യും, ആ മഫ്ഊലിനെ ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടുകയും ചെയ്യും. വദാലിക, അത് നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെയാണ്. ളുരിബ സൈദുൻ, ളുരിബ സൈദുൻ എന്ന നിന്റെ വാക്ക് പോലെയാണ്. അതെങ്ങനെ നിങ്ങൾ വായിക്കേണ്ടത്? ബി ലമ്മിൽ ലാദി, ലാദിനിക്ക് ലമ്മ് കൊണ്ട് വായിക്കണം. വക്കസ്രി റാഇ, റാഇനിക്ക് കസ്ർ കൊണ്ട് ളുരിബ എന്ന് വായിക്കണം. ലറബ എന്ന് വായിക്കരുത്. ലറബ എന്നുള്ളതിൻ്റെ ഫായിലായി സൈദു എന്നുള്ളത്. ളുരിബ ഫലുരിബ, അപ്പോൾ ലുരിബ എന്നുള്ളത് ഫിഅലുൻ, ഫിഅലാണ്. മാലിൻ, മാലിയായ ഫിഅലാണ്. ലം യുസമ്മ ഫായിലുഹു, അതിൻ്റെ ഫായിൽ പറയപ്പെട്ടിട്ടില്ല. ഫസൈദുൻ, സൈദുൻ എന്നുള്ളത് റഫ്ഉൻ, അത് റഫ്ഉ ആക്കപ്പെട്ടതാണ്. കാരണം ലിഅന്നഹു മഫ്ഊലു, അത് മഫ്ഊലാണ്. എന്തിൻ്റെ മഫ്ഊലാണ്? മാ ലം യുസമ്മ ഫായിലുഹു, ഫായിൽ പറയപ്പെടാത്ത ഒരു ഫീലിൻ്റെ മഫ്ഊലാണ്. ഫായിൽ പറയപ്പെടാത്ത ഒരു ഫീലിൻ്റെ മഫ്ഊലാണ്. വൗഖീമ, ആ സൈദ് എന്നുള്ളതിനെ നിർത്തപ്പെട്ടു. മുഖാമൽ ഫായിലി, ആ ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടുകയും ചെയ്തു. ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടുകയും ചെയ്തു. തെളിവിനി ഖുർആൻ എന്ന് പറയട്ടെ. ഖാല അല്ലാഹു തആല യാ അയ്യുഹന്നാസു ളുരിബ മസലുൻ, ലറബ മസലൻ എന്നാണ് ശരിക്കും പറയേണ്ടത്. ലറബ മസലൻ. അപ്പോൾ ഫായിൽ കളഞ്ഞു, മസല് എന്നുള്ള മഫൂലും ബിഹിക്ക് റഫു കൊടുത്തു. ആ മഫൂലും ബിഹിയെ ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടുകയും ചെയ്തു. ഫസ്തമിഉ ലഹു ളുരിബ മസലുൻ. ക്ലിയർ അല്ലേ? എവിടെ? ജുമാന, ഫായിസ, ജുമാന എവിടെ? ജുമാന ഓക്കെ അല്ലേ? ഇനി ഫസ്ലുൻ, ചെറിയൊരു ഫസ്ല. വഇൻ കാനൽ ഫിഅലു, ഇനി ഫിഅല് ആയാൽ, യതഅദ്ദ, അത് വിട്ടുകടക്കുന്നതായാൽ, ഇലാ മഫ്ഊലൈനി, രണ്ട് മഫ്ഊലുകളിലേക്ക് വിട്ടുകടക്കുന്നതായാൽ, രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്നതായാൽ, ഔ സലാസത്തി മഫാഈല, അല്ലെങ്കിൽ മൂന്ന് മഫ്ഊലുകളിലേക്ക് വിട്ടുകടക്കുന്നതായാൽ, മൂന്ന് മഫ്ഊലുകളിലേക്ക് വിട്ടുകടക്കുന്നതായാൽ, അങ്ങനെ ആയാൽ റഫഅത, നീ റഫ് ചെയ്യണം. അൽ മഫ്ഊലൽ അവ്വല, ഒന്നാമത്തെ മഫ്ഊലിനിക്ക് നീ റഫ് ചെയ്യണം. വ അഖംതഹു, അതിനെ നീ നിർത്തുകയും വേണം. അഖംത, നീ നിർത്തണം. ഹു, അതിനെ, ആ മഫ്ഊലുൽ അവ്വലിനെ നിർത്തണം. മുഖാമൽ ഫാഇലി, ഫാഇലിൻ്റെ സ്ഥാനത്ത് നിർത്തണം. ഫാഇലിൻ്റെ സ്ഥാനത്ത് നിർത്തണം. മതിയോ? പോരാ. വനസബ്ത, നീ നസ്ബും ചെയ്യണം. അസാനിയ, രണ്ടാമത്തെ മഫ്ഊലിനിക്ക്. വസാലിസ, മൂന്നാമത്തെ മഫ്ഊലിനിക്കും. രണ്ടാമത്തെയും മൂന്നാമത്തെയും മഫ്ഊലിനിക്ക് നീ നസ്ബ് ചെയ്യണം. ഒന്നാമത്തതിനാണ് നീ റഫ് ചെയ്തിട്ട് ഫായിലിൻ്റെ സ്ഥാനത്ത് നീ നിർത്തേണ്ടത്. തഖൂലു, നീ പറയും, ഉഅ്തിയ സൈദുൻ, സൈദ് നൽകപ്പെട്ടു. ദിർഹമൻ, പണം നൽകപ്പെട്ടു. സൈദിന് ആരോ ഒരാൾ പണം കൊടുത്തു, ദിർഹം കൊടുത്തു. അപ്പോൾ സൈദ് നൽകപ്പെട്ടു. ദിർഹമൻ, ദിർഹമിനെ നൽകപ്പെട്ടു. അപ്പോൾ നോക്ക് നിങ്ങൾ, ഫഉഅ്തിയ എന്നത് ഫിഅലുൻ, അത് ഫിഅലാണ്. മാലിൻ, മാലിയായ ഫിഅലാണ്. ലം യുസമ്മ ഫാഇലുഹു, എങ്ങനെയുള്ള മാലിയായ ഫിഅലാണ്? ഫാഇൽ പറയപ്പെടാത്ത, ഫാഇൽ അടയാളപ്പെടുത്തപ്പെടാത്ത ഫീലാണത്. അപ്പോൾ സൈദുൻ, സൈദ് എന്നുള്ളത് റഫ്ഉൻ, റഫു ആക്കപ്പെട്ടതാണ്. ലിഅന്നഹു, കാരണം അത് മഫ്ഊലുൻ അവ്വലു, ഒന്നാം മഫ്ഊലാണ്.
സെയ്ദ് എന്നുള്ളത് ഒന്നാം മഫൂലാണ്. ഉഖീമ മുഖാമൽ ഫായിലി, ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടുകയും ചെയ്തു. അത് മഫൂലായിരുന്നു, അത് പക്ഷെ റഫ് കൊടുത്തു, അതിന് ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെട്ടു. അപ്പോൾ ദിർഹമൻ, ദിർഹം എന്നുള്ളതോ നസ്ബുൻ, നസ്ബാണ്, നസ്ബ് വെക്കപ്പെട്ടതാണ്. അലാന്നഹു മഫൂലുൻ സാനിൻ്റെ ഉഴുത്തിയ, ഉഴുത്തിയ എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ മഫൂലാണ് ദിർഹം എന്നുള്ളത്. അതിന് നമ്മൾ മാറ്റണമൊന്നുമില്ലല്ലോ, അതിന് റഫും കൊടുക്കണില്ല, ഫായിൻ്റെ സ്ഥാനത്ത് നിർത്തണമില്ല, പിന്നെ ഓൾറെഡി അത് നസ്ബ് തന്നെയാണ്. അത് നസ്ബും കൊടുത്തു, രണ്ടാം മഫൂലായതുകൊണ്ട്. അപ്പോൾ രണ്ട് മഫൂലുള്ളതിന് ഉദാഹരണമാണ് അത് പറഞ്ഞത്. ഒന്നിനെ ഫായിൻ്റെ സ്ഥാനത്തേക്ക് നിർത്തി റഫും കൊടുത്തതിന്. ഇനി നോക്ക് നിങ്ങൾ, വത്തഖൂലു നീ പറയും, ഉഇലിമ സൈദുൻ അംറൻ മുൻതലിഖൻ. അവിടെ നോക്ക് നിങ്ങൾ, ഉഇലിമ വിവരമറിയിക്കപ്പെട്ടു, സൈദുൻ സെയ്ദ്, സെയ്ദിന് വിവരമറിയിക്കപ്പെട്ടു, അംറൻ അംറിനെ സംബന്ധിച്ച്, മുൻതലിഖൻ പോയി എന്ന്. അത് സെയ്ദിനോട് അംറ് പോയി എന്ന് ആരോ പറഞ്ഞു, അപ്പോൾ സെയ്ദിനിക്ക് വിവരം കിട്ടി. അപ്പോൾ സെയ്ദ് എന്നുള്ളത് ഒന്നാം മഫൂലായിരുന്നു, ആ മഫൂലിനെ പിടിച്ച് റഫും കൊടുത്തു, ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തുകയും ചെയ്തു. അംറ എന്നുള്ളത് രണ്ടാം മഫൂലാണ്, മുൻതലിഖൻ എന്നുള്ളത് മൂന്നാം മഫൂലാണ്. അതിനെ പിന്നെ ഓൾറെഡി നസ്ബന്നെ കൊടുത്ത് അവിടെ തന്നെ ബാക്കിയാക്കി. അല്ലാഹു തആല പറയാണ്, ഉലൈക യുദ്ഖലൂന, കണ്ടോ യുദ്ഖലൂന, യദ്ഖുലൂനാണ് അതിൻ്റെ മഅറൂഫ്. യദ്ഖുലു, യദ്ഖുലാനി, യദ്ഖുലൂന, അങ്ങനെ പോവാ. ദഖല യദ്ഖുലു, പക്ഷെ അതിൻ്റെ ദുഖില യുദ്ഖലു, യുദ്ഖലു, യുദ്ഖലാനി, യുദ്ഖലൂന മജ്ഹൂലാണ്. അവർ പ്രവേശിപ്പിക്കപ്പെട്ടു, അൽ ജന്നത്ത സ്വർഗത്തിൽ. അൽ ജന്നത്ത് രണ്ടാം മഫൂലാണ്. ഒന്നാമത്തെ മഫൂല് യുദ്ഖലൂന എന്നുള്ളതിലുള്ള ലമീർ, അവർ എന്നുള്ള ലമീറാണ് ഒന്നാമത്തെ മഫൂൽ. അപ്പോൾ അതിന് റഫ് കൊടുത്തു, നമ്മൾ കാണുന്നില്ല, ലമീറായതുകൊണ്ട് റഫ് കാണുന്നില്ല, യുദ്ഖലൂന എന്നുള്ളതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അവർ എന്നുള്ള ഹും എന്നുള്ളതാണ്, ലമീറുകൾ മബ്നി ആയതുകൊണ്ട് റഫ് കാണൂല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫിഇല് രണ്ട് മഫൂലിലേക്ക് വിട്ടുകിടക്കുന്നതായാൽ, അല്ലെങ്കിൽ മൂന്ന് മഫൂലിലേക്ക് വിട്ടുകിടക്കുന്നതായാൽ, ഒന്നാമത്തെ മഫൂലിനെ ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് നിർത്തുകയും അതിലേക്ക് റഫ് കൊടുക്കുകയും ബാക്കിയുള്ള മഫൂലുകൾക്ക് നസ്ബ് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഫാത്തിമ, ഫൈസ, കുഴപ്പമില്ലല്ലോ? ഓക്കെ, ഇനി ഫസ്ലുൻ, ചെറിയൊരു ഫസ്ല്. വലാ യജൂസു, അനുവദനീയമല്ല. അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ ഗ്രാമർ പരമായിട്ട് അനുവദനീയമല്ല. വദ്ഉ ഹാദിഹി സീഗത്തി, ഈ രൂപത്തിനെ ഉണ്ടാക്കൽ, ഈ രൂപത്തിനെ എടുക്കൽ, ഇല്ലാ മിനൽ മുതഅദ്ദി, മുതഅദ്ദിയിൽ നിന്നല്ലാതെ. മുതഅദ്ദിയിൽ നിന്ന് മാത്രമേ ഈ രൂപം ഉണ്ടാകുള്ളൂ. മജ്ഹൂല് ഉണ്ടാവുക, മഫൂലിനെ ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് റഫ് കൊടുക്കുക എന്നുള്ളത് ഏതിലേ ഉണ്ടാവുള്ളൂ? മുതഅദ്ദിയിലേ ഉണ്ടാവുള്ളൂ. കാരണം മുതഅദ്ദിക്കല്ലേ മഫൂൽ ഉണ്ടാവുള്ളൂ, ലാസിമിന് മഫൂൽ ഉണ്ടാവില്ലല്ലോ. ദൂനൽ ലാസിമി, ലാസിമിനെ കൂടാതെ. കാരണം എന്താണ്? ലിഅന്നൽ ലാസിമ, കാരണം ലാസിമ് ലാ മഫൂല ലഹു, അതിലേക്ക് മഫൂലില്ല. ഫയുഖാമ മുഖാമൽ ഫായിലി, ഫായിലിൻ്റെ സ്ഥാനത്ത് എന്നിട്ടല്ലേ നിർത്തപ്പെടുക. ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടണമെങ്കിൽ മഫൂല് വേണ്ടേ? അതിന് മഫൂലില്ലല്ലോ, ഒരു മഫൂലും ഇല്ലല്ലോ. അതുകൊണ്ട് ലാസിമിൽ ഉണ്ടാവില്ല. ലാസിമിൽ നിന്ന് ഈ സീഗ, ഈ പദം, ഈ രൂപം എടുക്കപ്പെടുകയില്ല. എന്തിൽ നിന്ന് മാത്രമേ എടുക്കപ്പെടൂ? മുതഅദ്ദിയിൽ നിന്ന് മാത്രമേ എടുക്കപ്പെടൂ. ഓക്കെ,
ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണേ, കുറച്ച് പദങ്ങൾ ഞാൻ അടയാളപ്പെടുത്താം. ഇതാ, ഇന്നമ, അന്നമ, കഅന്നമ, ലാകിന്നമ, ലൈത്തമ, ലഅല്ലമ, ബൈനമ, വബൈനന, വഇദ്, വഇദ്മ, വഇദാമ, ലൗ, ലൗല, ലൗമ, ഹൽ, ബൽ, കൈഫ, ഐന, മത, ഇൻ, അൻ, ലാക്കിൻ, അൽ ഖഫീഫ, ലാക്കിന്ന എന്നല്ല, ഖഫീഫയായ ലാക്കിൻ, അവസാനം ശദ്ദില്ലാത്ത നേരിയ നൂനുള്ളതായ ലാക്കിൻ. ഈ പറയപ്പെട്ട പദങ്ങൾക്കൊക്കെ ശേഷം ജുംലയായിരിക്കും വരിക. ജുംല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥമുള്ള സെന്റൻസ് ആയിരിക്കും വരിക. അപ്പോഴേ ആശയം പൂർണ്ണമാവുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ഇതുകൾക്ക് ശേഷം ഒരു ഇസ്മു മാത്രമായിട്ട് വരൂല, അല്ലെങ്കിൽ ഒരു ഫിഇല് മാത്രമായിട്ട് വരൂല. ഇസ്മും മുബ്തദഉം ഖബറുമായിട്ട് വരും, അല്ലെങ്കിൽ ഒരു ഫിഇലും ഫായിലുമായിട്ട് വരും, അല്ലെങ്കിൽ ഒരു ഇസ്മും അതിൻ്റെ ഫിഇലും അതിൻ്റെ മഫൂലും ഒക്കെ ആയിട്ട് അങ്ങനെ വരും. ജുംലയായിട്ട് ഇതിന് ശേഷമുള്ള ഈ പദങ്ങൾക്ക്, ഇത്തരം പദങ്ങൾക്ക് ശേഷം ഒരു പൂർണ്ണ സെന്റൻസുകളായിട്ടാണ് വരിക. അപ്പൊ ഇന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നക്കൊരു പണിയുണ്ട്. ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫും ചെയ്യുക എന്നുള്ള പണിയുണ്ട്. ഇന്നക്കും, അന്നക്കും, കഅന്നക്കും, ലാക്കിന്നക്കും, ലൈത്തക്കും, ലഅല്ലക്കും ഒക്കെ അല്ലേ? ആ പണി ഉണ്ടാവില്ല ഇവിടെ. ആ പണിയെ തടയുന്നതാണ് ഈ മാ എന്നുള്ളത്. ഈ മാക്ക് ഒരു പേരുണ്ട്, തടയുന്ന മാ എന്നാണ്. തടയുന്ന മാ എന്നാണ് ഈ മാക്ക് പേര്. എന്തിനെ തടയുന്നത്? ഇന്നയുടെയും മറ്റും അമലിനെ തടയുന്നത്. ഇന്നയുടെയും മറ്റും അമലിനെ തടയുന്നത്. അപ്പൊ ഇത്തരം പദങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഉദാഹരണം നോക്കാം. ഇന്നമാ സൈദുൻ മുന്തലിക്കുൻ. അവിടെ കണ്ടോ, ഇന്നമക്ക് ശേഷം സൈദുൻ മുന്തലിക്കുൻ എന്നുള്ള ഒരു പൂർണ്ണമായ സെന്റൻസ് വന്നു, ഒരു മുബ്തദയും ഖബറും വന്നു. ഇനി നോക്കതാ, ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, ഖുർആനിൽ വന്നാണ്. ഹൽ എന്നുള്ളത് നോക്ക്, ഹൽ ഖറജ സൈദുൻ. കണ്ടോ, ഈ ഹൽ ഒഴിവാക്കി കഴിഞ്ഞാലോ ഖറജ സൈദുൻ, സൈദ് പുറപ്പെട്ടു എന്നാണ്. ഒരു പൂർണ്ണമായ സെന്റൻസ് വന്നു. കണ്ടോ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ. അപ്പൊ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ എന്നുള്ള ഒരു പൂർണ്ണമായ സെന്റൻസ് വന്നു ഹലിന് ശേഷം. അപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ജുംലയാണ് വരിക. എന്നാൽ ലൈത്തമ എന്നുള്ളത് കേട്ടോ, നെക്സ്റ്റ് ഫസിലില് ലൈത്തമ എന്നുള്ളതിൽ ചിലപ്പോ ആ ലൈത്തമ എന്നുള്ളതിൽ അമല് ചെയ്യും. മാ എന്നുള്ളത് അമല് മുടക്കണതാണെന്ന് നമ്മൾ പറഞ്ഞു.
അപ്പൊ ലൈത്തമ എന്നുള്ളതിൽ മാ വരുമ്പോൾ അത് മുടക്കണതാവൂല, അതൊരു സായിദയായ രൂപത്തിലാവും. ഇതൊരു സായിദയായ രൂപം. അപ്പൊ ലൈത്തന്റെ അമല് ഇസ്മിനിക്ക് നെസ്ബ് ചെയ്യുക. അവിടെ കണ്ടങ്ങള് ലൈത്തമ സെയ്തൻ ഖായിമുൻ, അവിടെ അമല് ചെയ്തു. ഏതുപോലെ ലൈത്ത സെയ്തൻ ഖായിമുൻ എന്ന് പറഞ്ഞ പോലെ ലൈത്തമ സെയ്തൻ ഖായിമുൻ എന്ന് പറഞ്ഞു. അവിടെ അമല് ചെയ്തിട്ട് പറഞ്ഞു. ആ മാ വന്നിട്ട് മാ ഒരു മാന്റെ പണി കാഫത്താണ്, തടയുന്നത് എന്നാണ്. പക്ഷെ തടഞ്ഞിട്ടില്ല, അത് സായിദയായ രൂപത്തിൽ വന്നു, തടയുന്നതല്ല. ലൈത്തക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണത്. ഇന്നമക്ക ഇല്ലമാക്ക പ്രത്യേകതയില്ല, അന്നമയിലും ഇല്ല, അന്നമയിലും ലാക്കിന്നമയിലും ലഅല്ലമയിലും ഒന്നുമില്ല ആ പ്രത്യേകത. ഇതിനൊക്കെ ആ പ്രത്യേകത ഉണ്ട്. ഇത്രയുമാണ് അധ്യായത്തിലുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്ക്, ഒന്ന് വായിച്ചു നോക്കേ, ഒന്ന് വായിച്ചു നോക്ക്. ഇനി നിങ്ങളാണ് അർത്ഥം വെക്കേണ്ടത്. ഒന്ന് വായിച്ചു. ഓക്കെ, എന്നാ വായിക്കാം. കാശിഫ പറ. ബാബുൽ കലിമത്തി കലിമാത്തി കലിമാത്തി കലിമത്തുകളുടെ അധ്യായമാണ്. അല്ലത്തി അതിനെ എങ്ങനെയുള്ളതായ കലിമത്തുകൾ, എങ്ങനെയുള്ളതായ ഒരു വിശേഷണാണത്. സംഭവിക്കും, ഒന്ന് സംഭവിക്കും, ആ കലിമത്തുകൾക്ക് ശേഷമുള്ള ഒന്ന് സംഭവിക്കും, ജുംലത്തൻ ജുംലയായിട്ട് സംഭവിക്കും. ഹെഡിങ് ഞാൻ പറഞ്ഞുതരാം. ബാബുൽ കലിമാത്ത് ചില പദങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. അല്ലത്തി എങ്ങനെയുള്ള പദങ്ങളാണ്? ലോകത്തുള്ള മുഴുവൻ പദങ്ങളല്ല ചർച്ച. അല്ലത്തി എങ്ങനെയുള്ളതായ പദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. യഖഉ സംഭവിക്കും, മാ ബഅദഹ ആ പദങ്ങൾക്ക് ശേഷമുള്ളത് സംഭവിക്കും, ജുംലത്തൻ ജുംലയായിട്ട് സംഭവിക്കും. മുഫ്രദല്ല, ഒറ്റപ്പദമല്ല, ജുംലയായിട്ടായിരിക്കും വരിക. ഒന്നിരിക്ക ഫീലും ഫായിലായിരിക്കും, അല്ലെങ്കിൽ മുബ്തദയും ഖബറും ആയിരിക്കും. ഓക്കെ, വായിച്ചോ ബാക്കി. എല്ലാവരും ശ്രദ്ധിക്കണേ.
ഖഫീഫയായ ലാക്കി അല്ലേ? ഖഫീഫയായ ലാക്കി. എത്ര ഉണ്ടത്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 എന്നുണ്ട്. 23. ബാക്കി ഫൈസ. ഫൈസ അത് സംഭവിക്കുന്നില്ല. യക്കഉ മാ ബഅദഹ. യക്കഉ സംഭവിക്കും, മാ ഒന്ന് സംഭവിക്കാം. മായാണ് അവിടെ ഫായില്. ബഅദഹ ഈ കലിമത്തുകൾക്ക് ശേഷമുള്ള ഒന്ന് സംഭവിക്കും. ജുംലത്തൻ ജുംലയായിട്ട് സംഭവിക്കും. ഫഹാദിഹിൽ കലിമാത്ത് ഈ പദങ്ങൾ യക്കഉ സംഭവിക്കും, മാ ബഅദഹ ഈ പദങ്ങൾക്ക് ശേഷമുള്ളത് സംഭവിക്കും. ജുംലത്തൻ ജുംലയായിട്ട് സംഭവിക്കും. ബാക്കി നീ പറയും. പോകുന്നവനാണ്. ഓക്കെ. യാത്ര പോകുന്നവനാണ്. റഫ് ചെയ്യപ്പെട്ടതാണ്. ഖബറുഹു അതിന്റെ ഖബറുമാണ്. ഇബ്തിദാ കൊണ്ട് റഫ് ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഫാത്തിമാക്ക് മനസ്സിലായോ? ഫാത്തിമ, ഇബ്തിദാ എന്ന് പറഞ്ഞൊരു ആമിലുണ്ട്. നമ്മൾ അവാമിൽ പറഞ്ഞ കിതാബ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ അതിൽ റെക്കോർഡ് നമ്മൾ ഇതിലുണ്ട്. അത് നിങ്ങൾ ഒഴിവുള്ള സമയത്ത് കേൾക്കണം. ഇബ്തിദാ എന്നുള്ളൊരു ആമിലാണ്. മുബ്തദഇന് റഫ് ചെയ്യുന്ന ആമിലിൻ്റെ പേരാണ് ഇബ്തിദാ. അപ്പോൾ ഇബ്തിദാ കൊണ്ട് അത് മഅനവിയായതാണ്. അത് കാണൂല. അവിടെ ഇപ്പോൾ ഇന്നമാ സൈദുൻ മുന്തലിക്കും എന്നുള്ളടത്ത് സൈദു എന്നുള്ളതിന് മുമ്പ് എന്തെങ്കിലും ഒരു ആമിൽ കാണുന്നുണ്ടോ? കാണില്ലല്ലോ. അപ്പം ഇബ്തിദാ കൊണ്ട് റഫ് ചെയ്യപ്പെട്ടതാണ്. മുന്തലിക്കുന്നുള്ളതും റഫ് ചെയ്യപ്പെട്ടതാണ്. ഖബറുഹു സൈദ് എന്നതിൻ്റെ ഖബറുമാണ്. മനസ്സിലായോ? ഫാത്തിമ, ഷംന, ജുമാന ഓക്കെ അല്ലേ? അടുത്ത പിന്നെ വായിച്ചോ, ബാക്കി വായിച്ചോ. ഇസ്മിയായ ജുംലയാണ്. ഇസ്മിയായ ജുംല പറഞ്ഞ എന്താ ഫൈസ? നാമം കൊണ്ട് തുടങ്ങുന്ന ഇസ്മോണ്ട് തുടങ്ങുന്ന സെയ്ദ് എന്നുള്ള ഇസ്മോണ്ടല്ലേ തുടങ്ങണേ? സെയ്ദ് എന്നുള്ള ഇസ്മോണ്ട് തുടങ്ങുന്ന ജുംലയാണ്. ഇസ്മിയായ ജുംലയാണ്. പിന്നെ ബാക്കി സെയ്ദുൻ അൽ ഖറജ സെയ്ദുൻ സെയ്ദ് പുറപ്പെട്ടോ. അൽ ഖറജ സെയ്ദുൻ സെയ്ദ് പുറപ്പെട്ടോ. ഖറജ മാലിയല്ലേ? പുറപ്പെടുകയാണോ എന്നല്ല. അപ്പം അത് എന്താണ്? ഹാലാണ്. ഇപ്പം ചോദിക്കണ ചോദ്യമാണ്. ഖറജ മാലിയാണ്. കഴിഞ്ഞു പോയ ടെൻസാ, പാസ്റ്റാ. അപ്പോൾ സെയ്ദ് പുറപ്പെട്ടോ, ഇത് പോയോ? അവിടെ ഫിഇലുൻ മാലിൻ അങ്ങനെ തന്നെ വായിക്കണം കേട്ടോ. ഫിഇലുൻ മാലിൻ. പിന്നെ ഖറജയുടെ ഫായിലാണ്. ഫായിലു ഖറജ, ഖറജന്റെ ഫായിലാണ്. തൻവീന് പോയത് ഇലാഫത്ത് ചെയ്തുകൊണ്ടാണ്. ഖറജ എന്നുള്ളതിനെ ലഫ്ദ് അതിലേക്ക് ഇലാഫത്ത് ചെയ്തു, ഫായിലേക്ക് ഇലാഫത്ത്. അതുകൊണ്ട് ഫായിലുൻ എന്നാ ശരിക്കും പറയണ്ടത്. തൻവീന് പോയത് അതുകൊണ്ടാണ്. ഫായിലു ഖറജ. ഫിലിയ ജുംല പറഞ്ഞാല് ഫീൽ കൊണ്ട് ആരംഭിക്കുന്ന ജുംലയാണ്. കാരണം ഹൽ എന്ന് മാറ്റി നിർത്തി നോക്കി നിങ്ങൾ. ഹൽ മാറ്റി നിർത്തിയാൽ ഖറജ സെയ്ദ് എന്നുള്ളൊരു ഫീലും ഫായിലുമാണ്. ഫീലിയ ജുംലയാണ്. മറ്റേത് ഇന്നമാ സെയ്ദുൻ മുന്തലിക്കും എന്നുള്ളതിൽ ഇന്നമ മാറ്റി നിർത്തിയാൽ സെയ്ദുൻ മുന്തലിക്കും എന്നുള്ളൊരു ഇസ്മും ഖബറുമാണ്. അപ്പോൾ ഇസ്മിയ ജുംലയാണ്. അവിടെ ഏതാ ജുംല?
ഇൻസാനി എന്നല്ല അതിന് മുമ്പൊന്നില്ലേ, അതിന് ഇതിൽ കളറിൽ പെടാതെ പോയതാ. ഈ കിതാബില് ഷെയ്ഡ് ചെയ്യുമ്പോൾ കുറച്ച് മിസ്സായി പോകുന്നു. അവിടെ അത്താ അലൽ ഇൻസാനി ഹീനും മിനദ്, അത് ഫീൽ ചെയ്യാണോ ഇസ്മിയാണോ? അത്താ എന്നുള്ള ഫീൽ കൊണ്ട് തുടങ്ങിയതാണ് അല്ലേ? യെസ്, ക്ലിയർ, വെരി ഗുഡ്. ഷംന വായിക്കട്ടെ. ഷംന അപ്പോൾ ലൈത്തമ എന്നുള്ളത് ഖാസത്തൻ പ്രത്യേകിച്ച് ലൈത്തമ. അപ്പോൾ ലൈത്തമാക്കുള്ള പ്രത്യേകമായ ഒരു കാര്യം ഇനി പറയണം, ബാക്കിയുള്ള 22 ലൈത്തമ എന്നുള്ള പ്രത്യേകിച്ച് ലൈത്തമ. ഫറുബമ ചിലപ്പോൾ. ബാക്കി ലൈത്തയുടെ അമലിനെ അമലി ചെയ്യപ്പെടും എന്ന് പറയരുത്. തഅമലു അത് മാറൂഫ്. മാ എന്നതാകും സായിദയാകും. തകൂനു മാ എന്നതാകും സായിദയാകും. അമൽ ചെയ്തില്ലേ? ലൈത്തമാ സൈദൻ കായിം എന്ന് പറയുമ്പോൾ അമൽ ചെയ്തില്ലേ? ചെയ്തില്ല, അമൽ ചെയ്തല്ലോ. ലൈത്തമാ സൈദൻ അല്ല, അല്ലെങ്കിൽ ശരിക്കും പറയേണ്ടത് എന്താണ്? സൈദുൻ കായിമുൻ എന്നാ പറയേണ്ടത്. ലൈത്തമാ എന്നുള്ള മാ വന്നിട്ടും തക്കൂലു നീ പറയും ലൈത്തമാ സൈദൻ കായിമുൻ, ലൈത്തമാ സൈദൻ കായിമുൻ എന്ന് നീ പറയും. ഏതുപോലെ? കമാ തക്കൂലു നീ പറയുന്നത് പോലെ. ലൈത്ത സൈദൻ കായിമുൻ എന്ന് പറയുന്ന പോലെ, ലൈത്ത സൈദൻ കായിമുൻ എന്ന് പറയുന്ന പോലെ തന്നെ ലൈത്തമാ എന്നുള്ള മാ വന്നപ്പോഴും അമൽ ചെയ്തു. ബാക്കി ഈ പ്രത്യേകത എന്തിനു മാത്രമാണ്? ലൈത്തക്ക് മാത്രമാണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഫാത്തിമ, ഫൈസ, കാശിഫ, ജുമാന, എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? യെസ്. ഇനി ഞാൻ പറയാം. ഒക്കെ കൗലിൻ നാബിഗത്തിന്റെ വാക്ക് പോലെ. നാബിഗത്ത് ഒരു കവിയത്രിയാണ്. അവര് പറയാം, ഖാലത്ത് അവള് പറഞ്ഞു, ഖാലത്ത് അലാ ലൈതമാ ഹാദൽ ഹമാമ ലനാ ഇലാ ഹമാമത്തിനാ ഔ നിസ്ഫഹു ഫഖദീ. ഇവിടെ നമ്മളെ കണക്ക് എന്താണ്? ലൈതമാ ഹാദൽ ഹമാമ ലനാ. ഉണ്ടോ? ഇവിടെ നോക്ക് നിങ്ങൾ, ഹാദൽ ഹമാമ, ലൈത്തന് ശേഷം ഹാദൽ ഹമാമ എന്ത് ചെയ്തു? ലൈത്ത നസ്ബ് ചെയ്തു. ലന എന്നുള്ളത് അതിൻ്റെ ഖബറാണ്. അവൾ പറയാണ്, കാലത്ത് അല അറിയുക, ലൈത്തമാ ഹാദൽ ഹമാമ ഈ പ്രാവ് ആയിരുന്നുവെങ്കിൽ, ലന നമുക്കുള്ളതായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇലാ ഹമാമത്തിന നമ്മുടെ പ്രാവുകളുടെ കൂട്ടത്തിലേക്ക് ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഔ നിസ്ബഹു അല്ലെങ്കിൽ അതിൻ്റെ പകുതി. ഒരു കൂട്ടം പ്രാവുകൾ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഈ പ്രാവും കൂടി നമ്മുടെ കൂട്ടത്തിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലെങ്കിൽ ഔ നിസ്ബഹു ഫഖദി, അല്ലെങ്കിൽ അതിൻ്റെ പകുതി അത്ര മതി, പകുതി മതി, അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ കണക്ക് അലാ ലൈത്തമാ എന്ന് വന്നിട്ടും ഹാദൽ ഹമാമ അവിടെ എന്ത് ചെയ്തു? ഹമാമ എന്ന് പറഞ്ഞു. ഹാദ എന്നുള്ളത് ഈ എന്നാണ്, ഈ പ്രാവുകൾ. അപ്പൊ അതില് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു. ഖബർ പിന്നെ ലന എന്നുള്ള ജാറ് മജ്റൂർ ആയതുകൊണ്ട് ആ ഖബർ ജുംലക്ക് റഫ് വരില്ലല്ലോ, മുഫ്രദിനല്ലേ റഫ് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ റഫ് കാണൂല. നസ്ബ് ചെയ്തുകൊണ്ട് മനസ്സിലായി ആ ലൈത്തമ എന്നുള്ളത് അമല് ചെയ്തു. അപ്പൊ ലൈത്തമയുടെ ഒരു പ്രത്യേകതയാണ് അതെന്ത് ചെയ്യും? അമല് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ